നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ 2 മത്സരങ്ങളാണ് നടന്നത്. ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ബാംഗ്ലൂർ FC വേഴ്സസ് പഞ്ചാബ് FC മത്സരമായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ സുനിൽ ഛേത്രി ഒരു ഗോളിന് ബാംഗ്ലൂർ FC മുന്നിലെത്തിച്ചെങ്കിലും അവസാനം ബാംഗ്ലൂർ FC വമ്പൻ തോൽവിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 15-ാം മിനിറ്റിൽ സുനിൽ ഛേത്രിയുടെ ഒരു തകർപ്പൻ ഗോൾ കണ്ടതിന് ശേഷം പഞ്ചാബ് FC വേണ്ടി വിൽമർ ജോർദൻ എന്ന് പറയുന്ന വിദേശ താരം 23-ാം മിനിറ്റിൽ ഗോൾ അടിച്ച് സമനിലയിലാക്കി. അതിനുശേഷം 1-1 സമനിലയിൽ ആദ്യ പകുതി അവസാനിച്ചപ്പോൾ രണ്ടാം പകുതിയിൽ വീണ്ടും പഞ്ചാബ് FC വിളയാട്ടം എന്ന് കാണാൻ സാധിച്ചത്. ലൂക്ക മസ്കൻ 71-ാം മിനിറ്റിലും മതിൻ തലാൽ എന്ന് പറയുന്ന താരം 77-ാം മിനിറ്റിലും ഗോളടിച്ച് 3-1 നിലയിൽ പഞ്ചാബ് FC വിജയം കരസ്ഥമാക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് അപ്ഡേറ്റിലേക്ക് കിടക്കാം. രണ്ടാമത്തെ മത്സരത്തിൽ കൊൽക്കത്ത ഡെർബി മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ മോഹൻ ബഗാൻ വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC മത്സരത്തിൽ സമനിലയിൽ മത്സരം അവസാനിക്കുക തന്നെയായിരുന്നു. ഈസ്റ്റ് ബംഗാളിൻ്റെ തകർപ്പൻ തിരിച്ചുവരവാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ FC വേണ്ടി അജയ് ഛേത്രി മൂന്നാം മിനിറ്റിൽ ഒരു ഗോളിന് മുന്നിൽ എത്തിച്ചെങ്കിലും അതിനുശേഷം തന്നെ തൊട്ടുപിറകെ മോഹൻ ബഗാൻ അർമാൻഡോ സാദിഖിൻ്റെ വക 17-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടി 1-1 സമനിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം രണ്ടാം പകുതിയിൽ 55-ാം മിനിറ്റിൽ ക്ലിൻറ്റൺ സിൽവയ്ക്ക് പെനാൽറ്റി കിട്ടി അത് ഗോളാക്കുകയായിരുന്നു. അങ്ങനെ 2-1 നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു ഡിമിട്രീസ് പെട്രോളോസ് 87-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടി 2-2 എന്ന നിലയിൽ മത്സരം അവസാനിപ്പിച്ചത്. മികച്ച കളി തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ നമുക്കെല്ലാം കാണാൻ സാധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ഫെഡർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിനെയും താരങ്ങളെ പറ്റിയും പറഞ്ഞ വാക്കുകൾ നോക്കാം. ബ്ലാസ്റ്റേഴ്സിലേക്ക് 4 തവണ ഫെഡറിനെ ക്ഷണിച്ചിട്ടുണ്ട് സ്പോർട്ടിംഗ് ഡയറക്ടറായ കാർലോസ്. എന്തായാലും ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മറ്റു ഓഫറുകൾ ഞാൻ സ്വീകരിക്കുകയായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ ആ സമയം വന്നിരിക്കുന്നുവെന്നുമാണ് ഇപ്പോൾ ഫെഡർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 4 തവണ വിളിച്ചേച്ച് ഇപ്പോഴാണോ ഫെഡർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും മികച്ചൊരു തീരുമാനം തന്നെയാണ്. അതേപോലെ തന്നെ ഫെഡറിന് നേരത്തെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് അറിയാമായിരുന്നുവെന്നും കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ജോസു പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ഫെഡർ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം പോളണ്ടിൽ കളിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ജോസു എല്ലായ്പ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി കൂടുതൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാമെന്നുമാണ് ഇപ്പോൾ ഫെഡർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോയുടെ വെച്ചേർത്ത് കൂടുതൽ ISL ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.